ഒരു ഭൂമി ഒരു കുടുംബം എന്നുള്ളതാണ് ഇന്നത്തെ ദീപിക എഡിറ്റോറിയലിന്റെ ഹെഡിങ്. ശിവഗിരി മഠം വത്തിക്കാനിൽ സംഘടിപ്പിച്ച സർവ്വമത സമ്മേളനത്തെക്കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ. അത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. സമാധാനം സ്ഥാപിക്കുക എന്നുള്ളത് ഏതാനും ചില മനുഷ്യരുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ മനുഷ്യരും ഏകോദര സഹോദരങ്ങളാണെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന് കരുതുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ചില മനുഷ്യരാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കടുത്തുള്ള ഹാളിൽ ഒന്നിച്ചുകൂടിയത്. അതിന്റെ സംഘാടകർ ശിവഗിരി മഠം സന്യാസിമാരാണ് എന്നുള്ളത് നമുക്കത് കൂടുതൽ പ്രസക്തവും അഭിമാനകരവുമാക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരു ആലുവയിൽ സംഘടിപ്പിച്ച സർവ്വമത സമ്മേളനത്തിന് 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ വത്തിക്കാനിൽ ഇങ്ങനെ ഒരു സർവ്വമത സമ്മേളനം നടത്തിയത്. വംശീയവും മതപരവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറത്ത് എല്ലാ മനുഷ്യരും ഏക മനുഷ്യകുലത്തിലെ അംഗങ്ങളാണ് എന്നുള്ള ശക്തമായ സന്ദേശമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റേത്. യാതൊരു തരത്തിലുള്ള വേർതിരിവും ആരോടും കാട്ടരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നുവെന്നും അത് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണെന്നും സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. 2019 ഫെബ്രുവരി 4-ന് അബുദാബിയിലെ ഗ്രാൻഡ് ഇമാം അൽ അസർ അഹമ്മദ് അൽ തൊയ്ബുമത്ത് ഒപ്പുവെച്ച ലോക സമാധാനത്തിനും ഒരുമിച്ചുള്ള ജീവിതത്തിനുമായുള്ള സുപ്രധാന രേഖയും അദ്ദേഹം അനുസ്മരിച്ചു. ലോകത്തെ ഭരിക്കേണ്ടത് സമാധാനമാണെന്നും എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കണമെന്നും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പ്രാർത്ഥനാ കേന്ദ്രങ്ങളും ധ്യാന മണ്ഡപങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർവ്വമത ആരാധനാ കേന്ദ്രം ശിവഗിരിയിൽ സ്ഥാപിക്കുമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദയും പറഞ്ഞു. അതോടൊപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് കൂടിക്കാഴ്ച നടത്തുകയും എല്ലാ മതങ്ങളുടെയും അന്തസത്ത മൈത്രിയാണെന്നും വൈവിധ്യങ്ങളെ സഹിഷ്ണുതയോടെ സമീപിച്ച് മാനവ സ്നേഹം ഉയർത്തിപ്പിടിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ആലുവയിൽ നടത്തിയ സർവ്വമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഒരു സർവ്വമത സമ്മേളനം നടത്തിയത്. അതായത് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും സമാധാനം സ്ഥാപിക്കുന്നതിൽ നമ്മൾ വിജയിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ കാരണം എന്താണെന്നുള്ള ചോദ്യത്തിന് മറ്റൊരു ചോദ്യമാണ് മറുപടി. ആരാണ് സമാധാനം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. വളരെ കുറച്ച് മനുഷ്യർ മാത്രമാണ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്. ഇപ്പൊ ഈ വത്തിക്കാനിൽ നടന്ന സാഹോദര സമ്മേളനത്തെ പോലും വിമർശിക്കുന്നവരെ പോലെ ഭിന്നത നിലനിർത്തി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് കൂടുതൽ. അതുകൊണ്ടാണ് സമാധാനം സ്ഥാപിക്കുന്നതിൽ നമ്മൾ വിജയിക്കാതെ പോകുന്നത്. സമാധാനവും സാഹോദര്യവും ഒക്കെ ഇതുപോലുള്ള കുറച്ചുപേരുടെ മാത്രം ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം കൊണ്ട് മാത്രം കെട്ടിപ്പടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനെല്ലാവരുടെയും പങ്കുണ്ടാവണം.